18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 543 ലോക്സഭാ മണ്ഡലങ്ങൾക്ക് പുറമെ ആന്ധ്ര, ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും നാളെയാണ്. ഇതിനു പുറമെ ഹിമാചൽ അടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടുമെണ്ണും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ റെക്കോർഡെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. 64.2 കോടി പേർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ്. എന്നാൽ ശരിയായ തീരുമാനമെടുക്കാൻ ജനങ്ങളെ സഹായിക്കുന്നത് പ്രചരണകാലത്തെ സംവാദങ്ങളും ചർച്ചകളുമാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഭംഗിയായി നടന്നു. രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറായതേയില്ല. അതിനു പകരം വർഗീയ വിഷയങ്ങൾ കൊണ്ട് ചർച്ചയെ വഴിതെറ്റിക്കുകയാണ് കൂടുതലും ചെയ്തത്. പ്രകടന പത്രികകളിലെ കാമ്പുള്ള ഉള്ളടക്കം ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും സാങ്കല്പികമായ വൈകാരിക വിവാദങ്ങൾ ശ്രദ്ധാകേന്ദ്രമാവുകയും ചെയ്തു. CPIMൻ്റെ പ്രകടന പത്രിക പോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ കക്ഷികളുടെ കൂട്ടത്തിൽ മെച്ചപ്പെട്ട ഒന്നായിരുന്നു കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയും. എന്നാൽ അതിൻ്റെയൊക്കെ ശരിയായ ഉള്ളടക്കത്തിൽ നിന്ന് ജനശ്രദ്ധ മാറുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറേ വ്യാജ ആരോപണങ്ങളുമായി രംഗത്തെത്തി. അതിൽ പറയാത്ത കാര്യങ്ങൾ ആരോപിച്ച് ചർച്ച വഴിതെറ്റിച്ചു. സർക്കാരിൻ്റെ 10 വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾക്ക് വസ്തുത നിരത്തി മറുപടി പറയാൻ ഭരണപക്ഷം തയ്യാറായില്ല എന്ന് മാത്രമല്ല, അത്തരം വിഷയങ്ങൾ ചർച്ചയിൽ വരാതിരിക്കാൻ ഹീനമായ തന്ത്രങ്ങൾ വരെ പയറ്റി. ഇക്കാര്യത്തിൽ വളരെ മോശമായ മാതൃകയാണ് പ്രധാനമന്ത്രി കാഴ്ചവെച്ചത്. സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഉതകുന്ന വർഗീയ വിഷയങ്ങൾ എടുത്തിടുക മാത്രമല്ല, അതിനുവേണ്ടി സത്യസന്ധത വെടിയുക കൂടി ചെയ്തു അദ്ദേഹം. ഭരണത്തലവൻ്റെ മാതൃക ഇതായിരിക്കെ മറ്റുള്ളവരുടെ കാര്യം പറയാനുമില്ല. 5 വർഷത്തിലൊരിക്കൽ പൗരന്മാർക്ക് ലഭ്യമാകുന്ന ഏക അവസരത്തിൽ പോലും ഗുരുതരമായ തൊഴിലില്ലായ്മ വിഷയമായിട്ടില്ല. ഇന്ത്യയിലെ കന്നി വോട്ടർമാരുടെ ജീവിത പ്രശ്നം തിരഞ്ഞെടുപ്പ് വിഷയമായില്ല. ഇന്ത്യയിലെ പണപ്പെരുപ്പവും വിലക്കയറ്റവും ഭയാനകമെന്ന് ആഗോള സ്ഥാപനങ്ങൾ പറയുന്നു. ഇവിടെ സാമ്പത്തിക അസമത്വം അസഹനീയമായ പാരമ്യത്തിലാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കർഷകരും സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും അരക്ഷിതരായിരിക്കുന്നു. സാമൂഹിക ഭദ്രതയും സമാധാനവും തകർക്കപ്പെടുന്നു. ഇതെല്ലാം ജനശ്രദ്ധയിൽ വരേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് കുറേ വെറുപ്പ് വിതറി കുളം കലക്കുകയായിരുന്നു മാധ്യമങ്ങൾ. ഫലം വരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ എക്സിറ്റ് പോളുകളിലൂടെ മാധ്യമങ്ങൾ അവരുടെ ഭരണവർഗ താൽപ്പര്യങ്ങൾ വിസർജിക്കുകയാണ്. ഒരുപക്ഷെ പേടിച്ചിട്ടാകാം. തെരഞ്ഞെടുപ്പിൻ്റെ സ്വതന്ത്ര സ്വഭാവവും നീതിപരതയും മുമ്പില്ലാത്ത വിധത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട സമയമായിരുന്നു. ജനാധിപത്യത്തിൻ്റെ മർമ്മമായ ജനഹിത പരിശോധനയുടെ രീതിയും ഉള്ളടക്കവും സുതാര്യമാകേണ്ടതുണ്ട്. പക്ഷപാതരഹിതവും ന്യായപൂർണവുമായാൽ പോരാ, അങ്ങനെയാണെന്ന് സാമാന്യ ജനങ്ങൾക്ക് ബോധ്യപ്പെടുക കൂടി വേണം. വ്യക്തിപൂജയോ രാജഭക്തിയോ ജനമനസ്സുകളെ സ്വാധീനിച്ചാൽ തെരഞ്ഞെടുപ്പിന് അർത്ഥം നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ നിരർത്ഥകമായ ഒരു പ്രഹസനമായി തെരഞ്ഞെടുപ്പിനെ കാണാൻ ജനങ്ങൾ നിർബന്ധിതരാകും. ലാഘവ ബുദ്ധിയോടെ വോട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുവാനോ പ്രേരിതരാകും. വലിയൊരു വിഭാഗം വിട്ടുനിൽക്കുന്നത് നാടിൻ്റെ ജനാധിപത്യ സാധുതയെ തന്നെ സംശയാസ്പദമാക്കും. വിവിധ കാര്യങ്ങളിൽ ഉന്നയിക്കപ്പെട്ട പരാതികളോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമീപനം തന്നെ നിഷേധാത്മകമായിരുന്നു. വോട്ട് യന്ത്രത്തെപ്പറ്റി ധാരാളം പുതിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയതായും വോട്ട് യന്ത്രത്തിൽ കൈകടത്തലുണ്ടായതായും വിമർശനങ്ങളുണ്ട്. വിമർശനങ്ങൾ അടിസ്ഥാനമുള്ളതോ ഇല്ലാത്തതോ ആകാം. പക്ഷേ അതിന് വഴിയൊരുക്കുന്നതാവരുത് നമ്മുടെ നിലപാടുകൾ. ഇന്ത്യയുടെ രാഷ്ട്രീയം ഇനി സംരക്ഷിക്കേണ്ടത് സ്വാതന്ത്ര്യങ്ങളാണ്. ആ പോരാട്ടങ്ങളിൽ നിന്ന് നാം പിന്നോട്ട് പോവരുത്.